Dear students, third semester BCom-ന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിലെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ്. 27ാമത്തെ വീഡിയോ ആയി. ഇത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ്. Sequence and series. Sequence. A sequence is a succession of numbers placed in certain order so that there is first term, second term, third term and so on. The various numbers occurring in a sequence are called its terms. The nth term is called the general term of the sequence. A sequence containing finite number of terms is called a finite sequence. A sequence is called infinite if it is not a finite sequence. A sequence is a succession of numbers placed in certain order so that there is first term, second term, third term and so on. A sequence is a group of numbers written as first term, second term, third term using a particular condition. അപ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്നിങ്ങനെ എഴുതാവുന്ന രീതിയിൽ ഒരു സർട്ടൺ ഓർഡറിൽ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയും. അതിലെ വേരിയസ് നമ്പേഴ്സിന് അതിലുള്ള സംഖ്യകളെ പറയുന്ന പേര് അതിൻ്റെ പദങ്ങൾ എന്നാണ്. ഒരു സീക്വൻസിൽ കുറേ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ നമ്പേഴ്സിനെ അതിൻ്റെ പദങ്ങൾ എന്ന് പറയും. ഒന്നാമതും രണ്ടാമതും ആ രീതിയിൽ. nth ടേമിനെ പറയുന്ന പേരാണ് ജനറൽ ടേം ഓഫ് ദി സീക്വൻസ്. അതുപോലെ ഒരു സീക്വൻസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസേ ഉള്ളൂ എങ്കിൽ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. അതായത് ഒരു സീക്വൻസിലെ എലമെൻറ്റ്സ് പരിമിതം എണ്ണമാണെങ്കിൽ, പരിമിത എണ്ണം എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും. അതല്ലെങ്കിൽ എ സീക്വൻസ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൈറ്റ് സീക്വൻസ്. ഫൈനൈറ്റ് സീക്വൻസ് അല്ലെങ്കിൽ പിന്നെ അത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതിൽ അനന്തം പദങ്ങൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, കൺസിഡർ ദ ആരേ ഓഫ് നമ്പേഴ്സ് 2, 5, 8, 11, 14 etc. ദിസ് ഈസ് എ സീക്വൻസ്. 2, 5, 8, 11, 14 etc. ഇതിൽ ഒന്നാമതും 2, രണ്ടാമതും 5, മൂന്നാമതും 8, നാലാമതും 11 അങ്ങനെ പോകുന്നതാണ്. ഇത് ഒരു സീക്വൻസ് ആണ്. ഇതിലെ എലമെൻസിൻ്റെ എണ്ണം എക്സെട്ര എന്നാണ് ലാസ്റ്റ് ടേം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഇൻഫിനിറ്റ് സീക്വൻസും കൂടിയാണ്. സീരീസ്. When the individual terms of a sequence are summed up with plus or minus signs, the sequence becomes a series. When the individual terms of a sequence are summed up with plus or minus signs, plus sign or minus sign, the sequence becomes a series. ഒരു സീക്വൻസിൻ്റെ പദങ്ങൾ പ്ലസ് സൈൻ ഇട്ടോ മൈനസ് സൈൻ ഉപയോഗിച്ചോ അവതരിപ്പിച്ചാൽ അത് സീരീസ് ആയിരിക്കും. ഒരു ഉദാഹരണം, 2, 5, 8, 11, 14 etc. is a sequence. But 2 plus 5 plus 8 plus 11 plus 14 plus etc. is a series. 2 minus 5 minus 8 minus 11 minus 14 minus etc. is also a series. 2 plus 5 minus 8 plus 11 minus 14 etc. is also a series. 1 plus 3 minus 5 plus 7 plus 9 minus 11 plus 13 etc. is also a series. അപ്പോൾ പദങ്ങൾക്കിടയിൽ, ഒരു സീക്വൻസിൻ്റെ പദങ്ങൾക്കിടയിൽ പ്ലസ് സൈനോ മൈനസ് സൈനോ ചേർത്ത് അവതരിപ്പിച്ചാൽ അതൊരു സീരീസ് ആയിരിക്കും. അടുത്ത ഫൈനൈറ്റ് സീരീസ്. എ സീരീസ് മേ ബി ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. when a series is finite, its number of terms will be finite and terms at a terminates at a particular term. Similarly, for a finite series, number of terms will be fixed. ഒരു സീരീസ് സീക്വൻസ് പറഞ്ഞതുപോലെ തന്നെ ഫൈനൈറ്റും ആവാം ഇൻഫിനിറ്റും ആവാം. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ എങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. അതൊരു പ്രത്യേക പദത്തിൽ അവസാനിക്കും. അതിൽ പദങ്ങളുടെ എണ്ണം ഫിക്സഡ് ആയിരിക്കും. ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അനന്തം എലമെൻറ്റ്സ് അതിനകത്തുണ്ടായിരിക്കും, അനന്തം സംഖ്യകളുണ്ടായിരിക്കും. അതിന് അവസാന പദം ഉണ്ടാവില്ല. അതാണ് ഇൻഫിനിറ്റ് സീരീസ്. അപ്പോൾ സീക്വൻസ് പറഞ്ഞതുപോലെ തന്നെ സീക്വൻസിലും ഉണ്ടായിരുന്നു ഫൈനൈറ്റ് സീക്വൻസും ഇൻഫിനിറ്റ് സീക്വൻസും. അതുപോലെ തന്നെ സീരീസ് അപ്പോൾ ഫൈനൈറ്റും ഇൻഫിനിറ്റും ആകും. കാരണം സീക്വൻസിൻ്റെ പദങ്ങൾക്കിടയിൽ പ്ലസ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ ചേർത്ത് അവതരിപ്പിച്ചാലാണ് അത് സീരീസായി മാറുന്നത്.
ഒരു സീരീസിലെ പരിമിത എണ്ണം എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയും, ഫൈനൈറ്റ് സീരീസ് എന്ന് പറയും. അതുപോലെ അതിൽ അനന്തം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് സീരീസാണ്. ഇൻഫിനിറ്റ് സീരീസിൻ്റെ ലാസ്റ്റ് ടേം ഉണ്ടായിരിക്കില്ല. ഫൈനൈറ്റ് ടേം ആണെങ്കിൽ, ഫൈനൈറ്റ് സീക്വൻസ് ആണെങ്കിൽ, ഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ അതിന് ഒരു ലാസ്റ്റ് ടേം ഉണ്ട്. അത് ഒരു പർട്ടിക്കുലർ ടേമിൽ അത് അവസാനിക്കും. If all the terms of a series are positive, the series is called a positive term series. If all the terms of a series are positive, the series is called positive term series. Example, 2 plus 4 plus 6 plus etc. is a positive term series. ഒരു സീരീസിലെ എല്ലാ പദങ്ങളും പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ടേം സീരീസ് എന്ന് പറയും. A series may also have some positive and some negative terms. സീരീസിൽ സാധാരണ പോസിറ്റീവ് ടേംസും നെഗറ്റീവ് ടേംസും ഒക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് 3 - 5 + 7 - 9 പ്ലസ് എക്സെട്ര, ആ രീതിയിലൊക്കെ സീരീസ് എഴുതാം. അപ്പോൾ അതിൽ പോസിറ്റീവ് ടേംസും നെഗറ്റീവ് ടേംസും എല്ലാം ഇടകലർന്ന് വരാം. എക്സാമ്പിൾ 3 - 5 + 7 - 9 + 11 - 13 പ്ലസ് എക്സെട്ര. അടുത്ത കൺവേർജൻ്റ് ആൻഡ് ഡൈവേർജൻറ്റ് സീരീസ്. Convergent and divergent series. When the sum tends to a finite quantity, the series is said to be convergent. When the sum tends to infinity, the series is said to be divergent. ഇപ്പോൾ കൺവേർജൻറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം, ആ സീരീസിൻ്റെ സം ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൺവേർജൻ്റ് ആണ്. ഇനി സം ഇൻഫിനിറ്റി ആണെങ്കിൽ, സം ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഡൈവേർജൻറ്റ് series ആണ്. Progression. It is not necessary that the terms of a sequence are described by some explicit formula for the nth term. The sequences and whose nth term is described by explicit formula are called progression. It is not necessary that the terms of a sequence are described by some explicit formula for the nth term. The sequences and whose nth term is described by explicit formula are called progression. The nth term of a sequence is Tn equal to n into n plus 2. Write down its first 5 terms. ഒരു പ്രോബ്ലം നോക്കാം. nth term തന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. T1 എന്ന് പറഞ്ഞാൽ Tn എന്ന് പറഞ്ഞാൽ n into n plus 2 ആണ്. ആ n-ന് 1 കൊടുത്താൽ T1 കിട്ടും. n-ന് 2 കൊടുത്താൽ സെക്കൻഡ് ടേം, n-ന് 3 കൊടുത്താൽ തേർഡ് ടേം, n-ന് 4 കൊടുത്താൽ ഫോർത്ത് ടേം, n-ന് 5 കൊടുത്താൽ ഫിഫ്ത്ത് ടേം. Tn equal to n into n plus 2. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? 1 into 1 plus 2, 1 into 1 plus 2, 1 into 3, 3. ഇനി n into 2 കൊടുത്താൽ 2 into 2 plus 2, 2 into 2 plus 2, 2 into 4 equal to 8. n-ന് 3 കൊടുത്താൽ 3 into 3 plus 2, 3 into 5, 15. n-ന് 4 കൊടുത്താൽ 4 into 4 plus 2, 4 into 6 equal to 24. n-ന് 5 കൊടുത്താൽ 5 into 5 plus 2, 5 into 7 equal to 35. Therefore, first 5 terms are 3, 8, 15, 24, 35. If the nth term of a sequence is Tn equal to 3n minus 2, write down its first 5 terms. nth term തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ n-ന് പകരം 1 എന്ന് കൊടുത്താൽ ഒന്നാം പദം കിട്ടും, n-ന് പകരം 2 എന്ന് കൊടുത്താൽ രണ്ടാം പദം. ആ രീതിയിൽ പദങ്ങൾ കണ്ടെത്താം. Put n equal to 1, T1 equal to 3n minus 2 ആണ്. അപ്പോൾ 3n എന്ന് പറഞ്ഞാൽ 3 into n ആണ്. അപ്പോൾ ഇവിടെ n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 into 1 minus 2, 3 into 1 3, minus 2, 3 minus 2 1. Put n equal to 2, n equal to 2, Tn എന്തായി മാറും? T2. T2 equal to 3 into 2 minus 2, 3 into 2 minus 2, 3 into 2 6, 6 minus 2 4. Put n equal to 3, Tn become T3. T3 equal to 3 into 3 minus 2, 3 into 3 9, minus 2 7. Put n equal to 4, Tn equal to T4 equal to 3 into 4 minus 2,
3 into 4 minus 2, 3 into 4, 12. 12 minus 2 equal to 10. Put n equal to 5. When n equal to 5, Tn is T5. T5 equal to 3 into 5 minus 2. 3 into 5 minus 2. 3 into 5, 15. 15 minus 2 equal to 13. Therefore, the first 5 terms are 1, 4, 7, 10, 13. Here we are given the nth term. Substitute n equal to 1, 2, 3, 4, 5 respectively. We get first term, second term, third term, fourth term and fifth term. Therefore, first 5 terms are 1, 4, 7, 10 and 13. If the nth term of a sequence is Tn equal to 3 into 2 raised to n, write down its first 5 terms. അതുപോലെ Tn equal to 3 into 2 raised to n എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കിട്ടണം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ഫസ്റ്റ് ടേം കിട്ടാൻ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പുട്ട് n ഈക്വൽ ടു 1. n 1 ആയാൽ Tn എന്തായി മാറും? T1 ഈക്വൽ ടു 3 into 2 raised to n ആണ്. അത് 3 into 2 raised to 1 എന്നായി. ഈക്വൽ ടു 3 into 2 raised to 1 എന്നാൽ 2 തന്നെ. 3 into 2 equal to 6. അപ്പോൾ n 1 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും, അത് 6 ആണ്. ഇനി പുട്ട് n ഈക്വൽ ടു 2. n ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Tn ന് പകരം എന്താവും? Tn എന്താവും മാറും? T2 ആവും. T2 ഈക്വൽ ടു 3 into 2 raised to 2. 3 into 2 raised to 2 ഈക്വൽ ടു 3 into 2 raised to 2 എന്നാൽ 2 into 2 എന്നാണ്. 2 into 2 4. 3 into 4 equal to 12. അപ്പോൾ n 2 ആണെങ്കിൽ രണ്ടാം പദം 12. ഇനി n 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് n ഈക്വൽ ടു 3. T3 ഈക്വൽ ടു 3 into 2 raised to 3. 3 into 2 raised to n ആണ്. n ന് പകരം 3 കൊടുത്തു. അപ്പോൾ 3 into 2 raised to 3 ഈക്വൽ ടു 3 into ഇനി 2 raised to 3 എന്ന് വെച്ചാൽ 2 raised to 3 രണ്ട് 3 തവണ എഴുതി ഗുണിക്കണം. 2 into 2 into 2. 2 into 2 4. ആ 4 into 2 8. അപ്പോൾ 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 3 into 8 3 into 8 24. പുട്ട് n ഈക്വൽ ടു 4. when n equal to 4, Tn T4 ആയി. ഈക്വൽ ടു 3 into 2 raised to 4. 3 into 2 raised to 4. 3 into 2 raised to 4. 2 into 2 into 2 into 4. 2 into 2 4. 4 into 2 8. 8 into 2 16. 3 into 16 48. Put n equal to 5. When n equal to 5, T5. Tn equal to T5. Tn പകരം T5 എന്ന് എഴുതാം. ഈക്വൽ ടു 3 2 raised to പകരം 3 into 2 raised to 5. ഈക്വൽ ടു 3 into 2 raised to 5. 2 into 2 into 2 into 2 into 2. 2 into 2 4. 4 into 2 8. 8 into 2 16. 16 into 2 32. 3 into 32 equal to 96. അപ്പോൾ ആദ്യത്തെ 5 പദങ്ങൾ കിട്ടി. 6 12 24 48 96. Therefore, first 5 terms are 6, 12, 24, 48 and 96. If the nth term of a sequence is Tn equal to n into n minus 2 by n plus 3. n into n minus 2 by n plus 3. Find 20th term. nth term തന്നിരിക്കുന്ന Tn equal to n into n minus 2 by n plus 3 ആണ്. കാണേണ്ടത് 20th term ആണ്. 20th term എങ്ങനെ കാണും? n ന് പകരം 20 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ Tn എന്ന് പറഞ്ഞാൽ T20 ആവും. nth ടേം Tn ആണെങ്കിൽ 20th ടേം T20. n ന് പകരം 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T20 ഈക്വൽ ടു n ന് പകരം 20 കൊടുത്തു. 20 into 20 minus 2 by 20 plus 3. 20 into 20 minus 2 by 20 plus 3. ഈക്വൽ ടു 20 into 20 നിന്ന് 2 കുറച്ചാൽ 18. അപ്പോൾ 20 into 18 by 20 plus 3 23. അടുത്തത് 20 into 18 by 23 എന്ന് പറഞ്ഞാൽ എന്താണ്? 360 by 23. 20ഉം 18 തമ്മിൽ ഗുണിക്കുക. 18 into 2 360. 360 by 23. സിംപ്ലിഫൈ ചെയ്താൽ 15.65.